ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതേ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ ഷുഗറുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ഷുഗർ ടെൻഡൻസി ഉള്ളവർക്ക് എങ്ങനെ കാർബ് കുറച്ച് ഫുഡ് കഴിക്കാം. നമ്മൾ മലയാളികളുടെ നോർമൽ ഫുഡ് അപ്പം, ദോശ, ഇടിയപ്പം ഇതൊക്കെയാണല്ലോ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബ് കൂടുതലാണ്. അപ്പോൾ ഷുഗർ ടെൻഡൻസി ഉള്ള ആളുകൾ ഫുഡൊന്ന് കൺട്രോൾ ചെയ്യണം, ഡയറ്റ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറയില്ലേ. അപ്പം ഉച്ചയ്ക്ക് കുറച്ച് ചോറും കറികളും ഒക്കെ കൂട്ടി കഴിച്ചിട്ട് രാവിലെ ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് ഷുഗർ കുറച്ചുകൂടി ഒന്ന് കൺട്രോൾ ചെയ്യാൻ, അത്രയും കാർബ് നമ്മുടെ ബോഡിയിൽ എത്തുന്നത് കുറയ്ക്കാൻ സാധിക്കും. തുടക്ക സമയത്ത് ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വിശക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ വിശക്കാറൊന്നുമില്ല. പ്രഗ്നൻസിയിൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് ഞാൻ മിക്കവാറും പറ്റുന്ന ദിവസങ്ങളിൽ രാവിലെ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാറ്. ഞാൻ നവീനും ഇത് തന്നെയാണ് കഴിക്കാറ് മിക്കവാറും. ഇപ്പം മമ്മിയും കൂടി ഉള്ളതുകൊണ്ട് മമ്മിയെ പേടിച്ച് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഞങ്ങളിതാ കഴിക്കുന്നതെങ്കിലും പിള്ളേർക്ക് ദോശയൊക്കെ കൊടുക്കും കേട്ടോ, അവർക്ക് കാർബ് വേണമല്ലോ. അതിനായി ഞാനൊരു പാൻ വെച്ച് ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം. സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി, ഞാൻ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടു. എന്നിട്ട് ആ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ വറ്റൽ മുളകാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇവിടെ കുരുമുളക് ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതെല്ലാമാണ്. ഇത് വീണ്ടും കാലറി കുറഞ്ഞ പച്ചക്കറികളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് അതിന് പകരം ബീൻസ്, നീളം പയർ, പടവലങ്ങ, അങ്ങനെ എന്ത് പച്ചക്കറി കിട്ടുമോ അതെല്ലാം ഉപയോഗിക്കും. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ അരിയാനൊന്നും സൗകര്യങ്ങളില്ലാത്ത, രാവിലെ ജോലിക്ക് പോകേണ്ട ആളുകളൊക്കെ ആണെങ്കിൽ ഒരു സെറ്റായിട്ട് ഇത് അരിഞ്ഞ് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ഇത് അരിയുമ്പം കുറച്ചേറെ അരിഞ്ഞ് പല പാത്രങ്ങളിലാക്കി വെക്കും, എന്നിട്ട് പിന്നീട് ഉപയോഗിക്കും. ഞാനിവിടെ ഉപയോഗിച്ചത് ബ്രോക്കോളി, ക്യാബേജ്, ക്യാരറ്റ്, സവാള. എനിക്ക് ബീൻസ് എല്ലാം ഇടുകയാണെങ്കിൽ അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ബീൻസ് മാത്രമായിട്ടും ഞാൻ ചെയ്യാറുണ്ട്, നീളം പയർ മാത്രമായിട്ടും ചെയ്യാറുണ്ട്, മെഴുക്ക് പുരട്ടി പോലെ. അങ്ങനെയൊക്കെ ചെയ്ത് തലേ ദിവസം വെച്ചിട്ട് രാവിലെ അതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത് ഒരു ബുൾസൈ ആണ്. ബുൾസൈയോ മുട്ട പൊരിച്ചതോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ നവീന് ഞാൻ ഓൾറെഡി ബുൾസൈ ഉണ്ടാക്കിയ പാത്രം തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് എണ്ണ പുരണ്ടിരിക്കണേ. അപ്പം ഞാൻ അതിലേക്കൊരു ബുൾസൈയും കൂടി എടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും സ്പ്രെഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റായി. വിശക്കുകയില്ല, പ്രോട്ടീനും ആയി. ഷുഗറിൻ്റെ ഗുളികയൊക്കെ കഴിച്ച് എല്ലാം അണ്ടർ കൺട്രോളിൽ നിൽക്കുന്ന ആളുകൾ, വളരെ കുറഞ്ഞ ഷുഗറിൻ്റെ ഗുളിക കഴിക്കുമ്പം 90 അല്ലെങ്കിൽ 85 അത്രയൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു ഡയറ്റ് രാവിലെ എടുക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഒട്ടും കാർബില്ല. അപ്പോൾ ഗുളിക കഴിക്കുമ്പോൾ വീണ്ടും അത് ഡൗൺ ആയി പോകും. പക്ഷേ ഷുഗർ ടെൻഡൻസി ഉള്ളവർ, അതുപോലെ തന്നെ ഗുളിക കഴിച്ചിട്ടും ഷുഗർ കുറയാത്തവർ, അവർക്കെല്ലാം പരീക്ഷിക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്